ഹേ ഗായ്സ്, ഞങ്ങൾ ഇന്ന് എഴുത്താവ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പള്ളി വീട്ട കാണാൻ പോവുകയാണ്. ഗായ്സ് ഇപ്പോൾ ഇവിടെ ഘോഷയാത്ര ഇറങ്ങുന്ന പറഞ്ഞാൽ നമ്മൾ വെളി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് എൻട്രൻസ്. ഇവിടുന്ന് എത്ര സ്റ്റെപ്പ് ഉണ്ട്? 300. അത്ര പടി കയറി മോളിൽ പോകുമ്പോൾ വല്ലാത്തൊരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് അല്ലേ. നമ്മൾ ദിയ മുട്ടടിക്ക് ഇവിടെ വന്നല്ലേ, തിരുവനന്തപുരം മൊത്തം കാണാം അല്ലേ. ഗായ്സ് നമ്മളിവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ദിയ ഇവിടെ കിടന്ന് ഈ കട കണ്ട് കളിപ്പാട്ടം വന്ന് കിളിപ്പാട്ടം വന്ന് ഒരേ കളിച്ചിട്ടായിരുന്നു. അങ്ങനെ താറാവിന് വാങ്ങിച്ച പച്ച താറാവ് വീട്ടിൽ പോയിട്ട് വേണം മസാല വെച്ച് ഫ്രൈ ആക്കാൻ. പിന്നെ നമ്മളെല്ലാം വെള്ളം വാങ്ങിച്ച് 10 രൂപ ഓരോ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ച് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ആൾക്കാരൊക്കെ പോണത് ഏകദേശം ഓണായില്ല. ഇവിടെ മുസ്ലിം പള്ളിയുടെ അടുത്താണ് എടുത്ത ഒരു ക്ഷേത്രം അല്ലേ. അടുത്തടുത്താണ് ആൾക്കാർ നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ് അല്ലേ. ഇവിടെയൊക്കെ നമുക്ക് ഇവർക്ക് നല്ല സഹകരണം അല്ലേ. നമ്മളല്ലേ ആത്തിരിക്കാന്നൊക്കെ പറഞ്ഞു. 2 തലയുള്ള താറാവ് തന്നെ ദിയാണ് ഞാൻ കണ്ടു. ദിയാണ് പറഞ്ഞത്. ഹേ ഗായ്സ്, ഇതാ പള്ളി വേട്ടയ്ക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം ഇതാ തോളിലേറ്റിക്കൊണ്ടാണ് ഗൈസ് പോണത്. 100-300 പടിയുണ്ട്. അവിടെ നിന്ന് ഇത്രയും ഇറങ്ങി ഇതാ പള്ളി വേട്ട എന്നുള്ളൊരു ചടങ്ങുണ്ട്, അതിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. പല്ലക്കിലേക്ക് തോളിൽ വെച്ചാണ് കൊണ്ടുപോകണം ഗൈസ്. ഇത് സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹമാണ് ഇതാ കൊണ്ടുപോകണം. സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനം മയിലും ഉണ്ട് ഗൈസ്. ഇതൊരു 9:30 മണിക്കാണ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇവിടെ നിന്ന് ഗൈസ് അങ്ങനെ ഇന്ന് തൈപ്പൂയായിട്ട് എഴുത്താവൂ ക്ഷേത്രത്തിൽ കാവടിയുണ്ട്, അത് കാണാൻ ഞാൻ വന്നിരിക്കുകയാണ്. അപ്പം വീഡിയോയിലേക്ക് പോകാം. തൈപ്പൂയ ഘോഷയാത്രയുടെ ഭാഗമായിട്ടുണ്ട് പലതരം രൂപങ്ങൾ, തെയ്യം തിറ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഹൈവേയിൽ മുത്താരമ്മ ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. പ്രായം ചെന്നവർ വരെ ഇത് എടുക്കുന്നുണ്ടെന്നുള്ളതാണ്. കുംഭമൊക്കെ പ്രായം ചെന്നവർ എടുക്കണം. പിന്നെ കുട്ടികളൊക്കെ ചെറിയ കാവടികൾ എടുക്കണം. പിന്നെ പലതരം കാവടികളും ഇത് കാണാൻ സാധിക്കും. ഇതും പീലിക്കാവടിയാണ് ഗൈസ്. പീലിക്കാവടി അങ്ങനെ ഉണ്ട്. പിന്നെ ശൂലമുണ്ട്, ശൂലം വെച്ച് കാവടി എടുക്കും. ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പീലിക്കാവടിക്ക് തന്നെ ഒരുപാട് ആളുകളുണ്ട്. ഇതാ ഘോഷയാത്ര നടന്നു തുടങ്ങി. പിന്നെ പുഷ്പക്കാവടിയുണ്ട് ഗൈസ്. പലതരം കാവടികളുണ്ട്. ഇത് പുഷ്പക്കാവടിയാണ്. പുഷ്പക്കാവടിയും പ്രായം ചെന്നവർ അമ്മച്ചിമാർ ഒക്കെ എടുക്കണുണ്ട്. ഇത് ഒരുപാട് ആളുകൾ ഇത് പുഷ്പക്കാവടി എടുക്കുന്നുണ്ട്. ധാരാളം കാവടികൾ ഉണ്ട്. പുഷ്പക്കാവടിയുണ്ട്, പീലിക്കാവടിയുണ്ട്, ശൂലക്കാവടിയുണ്ട്, അങ്ങനെ പലതരം കാവടിയുണ്ട്. പിന്നെ പീലിക്കാവടിയുടെ വലിയൊരു പീലിക്കാവടി ഇതാ എടുക്കണുണ്ട്. ഓരോരോ വിശ്വാസത്തിൻ്റെ ഭാഗം വെച്ച് ഇതോ എടുക്കുകയാണ്. ഞാൻ ഒരാളോട് ചോദിച്ചത് വെച്ച് അറിഞ്ഞത് വെച്ച് ആണെങ്കിൽ ഇതൊരു 10-9 ദിവസത്തെ അവരുടെ നേർച്ച പോലെ ചെയ്യുന്നതാണ്. 50 ദിവസം വ്രതം എടുത്തൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഏറ്റവും വേദനാജനകമായ കാര്യമെന്ന് വെച്ചാൽ ഇത് ശൂലം തറയ്ക്കുന്നതാണ്. ഇത് ശരിക്കും ഭസ്മം വെച്ചിട്ട് ശൂലം തറയ്ക്കുന്നതാണ്. അങ്ങനെ ഇതാ എല്ലാവരും ഇതാ തയ്യാറായി നിൽപ്പുണ്ട്. പീലിക്കാവടി ഇറങ്ങിയിട്ടുണ്ട്, പുഷ്പക്കാവടി ഇതാ വലിയ പീലിക്കാവടിയും ഇതാ ഉണ്ട്. ധാരാളം ഉണ്ട്. എല്ലാം ഒരുപാടുണ്ട്. എല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗം വെച്ച് ചെയ്യുന്നതാണ്. ഇത് മുടവർപ്പാറയിൽ നിന്ന് നടന്ന് അവർ എഴുത്താവൂർ ക്ഷേത്രം വരെ ഇത് മുടവർപ്പാറ, പിന്നെ മുടവർപ്പാറ ജംഗ്ഷൻ, പിന്നെ കാട്ടാക്കട റോഡിൽ നിന്ന് അങ്ങനെ നടന്ന് പോകും. പിന്നെ പ്രായം ചെന്നവർക്ക് കുംഭം എടുക്കുന്നുണ്ട്. പലതരം ആചാരങ്ങളുണ്ട്. അങ്ങനെ ഇതാ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതാ സ്ത്രീകളൊക്കെ ഇതാ കുംഭം എടുക്കണുണ്ട്. പിന്നെ ചിലവർ പീലിക്കാവടി എടുക്കും. കൂടുതലും പേരും പീലിക്കാവടിയാണ്. ശൂലം തറയ്ക്കുന്നത് വെറും കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഇതെല്ലാവരും തയ്യാറായി നിൽപ്പുണ്ട്. അങ്ങനെ ഇനി നടന്ന് മുടവർപ്പാറയിൽ നിന്ന് നടന്ന് എടുത്ത് ആ ഒരു വഴി കയറും. ഇതാ ചെണ്ടമേളമൊക്കെ ഉണ്ട്. നല്ല കാഴ്ച തന്നെയാണിത്. ചെണ്ടമേളത്തോടു കൂടി ഇതാ ഇറങ്ങി. ഇതാ ഗൈസ്, ഇത് സുബ്രഹ്മണ്യ സ്വാമി ഇത് ഇറക്കിയിട്ടുണ്ട്. ആറുമുഖൻ സ്വാമിയാണ്. ഇത് 6 മുഖം ഉള്ളത് കൊണ്ടാണ് ആറുമുഖൻ സ്വാമി. ഇതെല്ലാവരും ഇതാ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് അമ്മച്ചിമാർ വരെ കുംഭം എടുക്കണുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി എല്ലായിടവും പൂജ എല്ലാം ഉള്ളത് കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി എല്ലായിടവും ഇറക്കിയാണ് പോണത്. പിന്നെ ഇതാ വിവിധ തരം കലാരൂപങ്ങളുണ്ട്. തെയ്യം തിറ അങ്ങനെ പലതരം രൂപങ്ങളുണ്ട്.
സുബ്രഹ്മണ്യ സ്വാമിയെ എല്ലായിടവും ഇതാ പൂജയ്ക്ക് എല്ലാം തട്ടപൂജയൊക്കെ വെച്ചു. ഇതാ ബാലരാമപുരം റെയിൽവേ ക്രോസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്.
ഗായ്സ് അങ്ങനെ ഇതാ തൈപ്പൂയ കാവടി മഹോത്സവത്തിൻ്റെ കാവടി ഘോഷയാത്രയൊക്കെ പോയി കഴിഞ്ഞു. അങ്ങനെ ഇതുപോലെയുള്ള ട്രാവലിംഗ് ബ്ലോഗുകൾ വേണം ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണാം.